ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ലിലോ ആൻഡ് സ്റ്റിച്ച്. ഇതൊരു സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമാണ്. ഒരു പെൺകുട്ടി അന്യഗ്രഹജീവിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നതാണ് കഥയുടെ ഇതിവൃത്തം. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. സെപ്റ്റംബർ 3 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ് ദ ട്രയൽ സീസൺ 2. കാജോളിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉമേഷ് വിസ്റ്റ് സംവിധാനം ചെയ്ത ഒരു ലീഗൽ ഡ്രാമ സീരീസ് ആണ് ദ ട്രയൽ സീസൺ 2. സെപ്റ്റംബർ 19 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് സറണ്ടർ. ദർശൻ, ത്യാഗരാജ്, ലാൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഗൗതം ഗണപതി സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് സറണ്ടർ. സൺനെക്സ്റ്റ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 4 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് കൂലി. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ രജനികാന്ത് ഒരു ഗ്യാങ്സ്റ്റർ വേഷത്തിലാണ് എത്തുന്നതാണ് വിവരം. ചിത്രത്തിൽ ദേവ എന്ന കഥാപാത്രത്തെയാണ് രജനികാന്ത് അവതരിപ്പിക്കുന്നത്. മലയാളി താരം സൗബിൻ ഷാഹിറും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ബോളിവുഡ് താരം അമീർ ഖാൻ ദഹ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. ഇവരോടൊപ്പം നാഗാർജുന, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സത്യരാജ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നു. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. 120 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം OTT റൈറ്റ്സ് നേടിയത്. ഇതിന്റെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബർ 25 ഒക്ടോബർ 9 ഇടയിൽ OTT റിലീസ് പ്രതീക്ഷിക്കാം. അടുത്തതൊരു കന്നഡ മൂവിയാണ് സൂ ഫ്രം സോ. കന്നഡ നടനും സംവിധായകനുമായ രാജ്ബി ഷെട്ടിയുടെ പുതിയ ചിത്രമായ സൂ ഫ്രം സോ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ്. ഇതിന്റെ ബഡ്ജറ്റ് വെറും 5 കോടി മാത്രമാണ്. ഇതൊരു കോമഡി ചിത്രമാണ്. ആദ്യാവസാനം വരെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 5 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു മലയാളം മൂവിയാണ് മീശ. തമിഴ് നടൻ കതിർ, ഷൈം ടോം ചാക്കോ, ഹക്കീം ഷാജഹാൻ, സുധി കോപ്പ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MC ജോസഫ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് മീശ. സൺനെക്സ്റ്റ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഭഗവാൻ ദാസിന്റെ രാമരാജ്. TG രവി, അജയ് രാധാകൃഷ്ണൻ, ഇർഷാദ് അലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്ത ഒരു പൊളിറ്റിക്കൽ കോമഡി മൂവിയാണ് ഭഗവാൻ ദാസിന്റെ രാമരാജ്. മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ബസുക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസുക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരുപാട് നാളായി പ്രേക്ഷകർ ബസുക്കയുടെ റിലീസിന് വേണ്ടി അക്ഷരമരെ കാത്തിരിക്കുന്നത്. ബസുക്കയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്ത മൂവി സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തമർ KV രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് സർക്കിട്ട്. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത് തന്നെ സർപ്രൈസ് റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് രവീന്ദ്ര നീ എവിടെ. അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ഷീലു എബ്രഹാം, മേജർ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മനോജ് പാലോടൻ സംവിധാനം ചെയ്ത ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് രവീന്ദ്ര നീ എവിടെ. സൈനാപ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസായി റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫുട്ടേജ്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. സൺനെക്സ്റ്റിലൂടെ സെപ്റ്റംബർ 5 ഓണം സ്പെഷ്യലായി ഫുട്ടേജ് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം വെബ് സീരീസ് 4.5 ഗാങ്. ജഗദീഷ് ഇന്ദ്രൻസ്, വിജയരാഘവൻ, ദർശന രാജേന്ദ്രൻ, സഞ്ജു ശിവരാമൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷ്ണാനന്ദ് സംവിധാനം ചെയ്ത ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് 4.5 ഗാങ്. സോണി ലിവ് വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തത് ഒരു മലയാളം മൂവിയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഷ് അദയനി സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ആമസോൺ പ്രൈം വീഡിയോ വഴി ഓണം റിലീസായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.